കടയിൽ നിന്നും വളരെ വില കൊടുത്ത് വാങ്ങുന്ന ഈ ഒരു പലഹാരം വളരെ എളുപ്പത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ട് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ചോക്ലേറ്റ് ലവേഴ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 200 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ചേർക്കാം. ഇനി ഇതിലേക്ക് 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറാണ് ചേർക്കുന്നത്. ഇനി ഇതൊന്ന് മെൽറ്റ് ചെയ്യിപ്പിച്ചെടുക്കണം. അപ്പോൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലോ അല്ലെങ്കിൽ മൈക്രോവേവിലോ വെച്ചിട്ട് ഇത് മെൽറ്റ് ചെയ്യിപ്പിച്ചെടുക്കാം. ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇതും കൂടെ കുറച്ച് സമയത്തേക്കൊന്ന് ഇറക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്കും ഇത് നന്നായിട്ട് മെൽറ്റായി വരുന്നതാണ്. എന്നിട്ട് നല്ല സ്പീഡിലൊന്ന് മിക്സാക്കി എടുത്തേച്ചാൽ മതി. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് അതുപോലെ ബട്ടറും കൂടി നല്ലപോലെ മെൽറ്റായി വരുന്നതാണ്. കോമ്പൗണ്ട് ചോക്ലേറ്റ്സ് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ ബേക്കിംഗ് ഐറ്റംസ് വിൽക്കുന്ന ഷോപ്സിലും അവൈലബിൾ ആണ്. മെൽറ്റായിട്ടുള്ള ഈ ചോക്ലേറ്റ് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി 3/4 കപ്പ് പഞ്ചസാര ഒരു മിക്സിയുടെ ജാറിലിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇനി നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ള് ഉപ്പും 2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഈ മുട്ടയും പഞ്ചസാരയും കൂടി നന്നായിട്ട് മിക്സായിട്ട് വരണം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്തെടുത്തത്. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മുടെ ബീറ്റർ കൊണ്ട് മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാവും. കേക്കിന് മിക്സാക്കുമ്പോൾ ഒരുപാട് മിക്സാക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പഞ്ചസാരയുടെ ആ തരികളൊന്നും ഇല്ലാത്ത രീതിയിലൊന്ന് മിക്സാക്കി എടുത്താൽ മതി കേട്ടോ. പിന്നീട് ഇതിലേക്ക് ചൂടാറിയിട്ടുള്ള ചോക്ലേറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ചോക്ലേറ്റ് ചൂടോടുകൂടി തന്നെ ഒരിക്കലും ചേർക്കരുത് കേട്ടോ. ചൂടാറിയതിന് ശേഷം വേണം ചേർക്കാനായിട്ട്. അതുപോലെ മുട്ടയൊക്കെ ആണെങ്കിലും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കും കേട്ടോ. അപ്പോൾ അതായത് ഇപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡറുമാണ് ചേർക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് അരിച്ച് ഇതിനകത്തേക്ക് ചേർക്കാം. അപ്പോൾ ഇത് നമ്മൾ കേക്കിനൊക്കെ അരിക്കും പോലെ കുറേശ്ശെ അരിച്ച് ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. ഒറ്റയടിക്കനെ അരിച്ചിട്ട് എല്ലാം കൂടെ ഒന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തേച്ചാൽ മതി കേട്ടോ. അതുപോലെ ബേക്കിംഗ് പൗഡറിൻ്റെയോ ബേക്കിംഗ് സോഡയുടെയോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തേച്ചാൽ മതി. അപ്പോൾ ഇതിപ്പോൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു കേക്ക് ടിന്നിലിട്ട് ഒഴിക്കാം. അപ്പോൾ ഞാനിവിടെ കേക്ക് ടിന്ന് നേരത്തെ തന്നെ ബട്ടർ പേപ്പറൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി മിക്സ് കേക്ക് ടിന്നിലിട്ട് ഒഴിക്കാം. അപ്പോൾ ഇത് ഞാൻ 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നായിട്ട് എടുത്തിരിക്കുന്നത്. ഈ ബാറ്റർ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ എടുക്കാനുള്ള ബാറ്റർ ഉണ്ട്. അതായത് 1 കിലോ കിട്ടാനുള്ള ബാറ്റർ ഉണ്ട് കേട്ടോ. പക്ഷേ ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ ടിന്നും പിന്നെ അതുപോലെ തന്നെ ഇതുപോലത്തെ ബ്രൗണിയുടെ തന്നെ മോൾഡിലുമാണ് കേട്ടോ ഒഴിച്ച് വയ്ക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ആ ഒരു 2 ഒഴിക്കാനുള്ളതാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അതുപോലെ ഇതിൻ്റെ സൈഡിലും നമ്മൾ ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു കേക്ക് ടിന്നിൻ്റെയൊക്കെ സൈഡിലും ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം 180 ഡിഗ്രിയിൽ ഒരു 25 മിനിറ്റൊക്കെ ബേക്ക് ചെയ്തെടുക്കാം. പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രിയിൽ 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. 1 kg ടിന്നാണ് എടുക്കണമെങ്കിൽ ഒരു 30-35 മിനിറ്റൊക്കെ വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കി വെച്ചാൽ മതി. ഇത് ബേക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റണം കേട്ടോ. അല്ലെങ്കിൽ സൈഡൊക്കെ ഒരുപാട് ക്രംസായി പോകും. ഈ ഒരു ബ്രൗണി മോൾഡിൽ വെച്ചതിനേക്കാൾ സമയം എടുത്തു കേട്ടോ. നമ്മൾ ആ ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ വെച്ചില്ലേ അത് റെഡിയായി വരാനായിട്ട്. അപ്പോൾ ഓവൻ ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് കേക്ക് ബേക്ക് ചെയ്തെടുക്കുമല്ലോ അതുപോലെ തന്നെ ഇത് ബേക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ഫഡ്ജി ബ്രൗണി എല്ലാതും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇത് കണ്ടോ നല്ല ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ചോക്ലേറ്റ് ലവേഴ്സ് ഒറ്റ തവണ ഈ ഒരു ബ്രൗണി കഴിച്ചാൽ മതി കേട്ടോ. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അത്ര ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. അപ്പോൾ ആ ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ ഉണ്ടാക്കിയതും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യം കട്ട് ചെയ്യുമ്പോഴും നമ്മൾ ആ ഒരു കത്തിയിലുള്ളതൊന്ന് തുടച്ച് കളഞ്ഞിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ കട്ട് ചെയ്ത് ഇങ്ങനെ തുടച്ച് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ നമ്മൾ സെയിൽസിൻ്റെ ഒരു പർപ്പസോട് കൂടിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ തുടച്ചൊക്കെ കളഞ്ഞിട്ട് എടുക്കണം കേട്ടോ. അപ്പോഴാണ് ആ ഒരു പെർഫെക്റ്റായിട്ട് അടുത്തയിലോട്ടൊന്നും ആവാണ്ട് നല്ല കറക്റ്റായിട്ട് തന്നെ വരത്തുള്ളൂ കേട്ടോ. ഇത് സെയിൽ ചെയ്യാൻ പറ്റിയ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബ്രൗണീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഫഡ്ജി ബ്രൗണിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും ചോക്ലേറ്റ് ലവേഴ്സിന് ഇഷ്ടമാവും കേട്ടോ. ചിലർക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് ഇഷ്ടമാവണമെന്നില്ല. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എത്ര കഴിച്ചാലും മതിയാവണില്ല. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക കേട്ടോ. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അതുപോലെ ഈ റെസിപ്പി ആവശ്യമായിട്ടുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്യണേ. കാരണം അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു സെയിലൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഇത് ഉപകാരപ്പെടും. അപ്പോൾ ഇൻഷാ അല്ലാഹ്
മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആശാസ് ക്രിയേഷൻ.